കൂട്ടുകാരെ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോയമാണ്. എ ഫ്രണ്ട്. യു ഹാവ് മെനി ഫ്രണ്ട്സ്. ഹാവിൻറ്റ് യു? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നൗ റീഡ് ദ പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ? അവരുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നൗ റീഡ് ദ പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. അപ്പം നമ്മളിപ്പോൾ വായിക്കാൻ പോണ പോയത്തിൻ്റെ പേരെന്താണ്? എ ഫ്രണ്ട്. അതെന്തിനെക്കുറിച്ചാണ്? പോയം എബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു സത്യസന്ധനായ കൂട്ടുകാരെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. എ ഫ്രണ്ട്. A friend is one who stands to share your every touch of grief and care. He comes by chance, but stays by choice. Your praises he is quick to voice. No grievous fault or passing whim can make an enemy of him, and though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your triumph soon to see. There is no wish your tongue can tell, but what it is your friends as well. The life of him who has friend is double girded to the end. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു സത്യസന്ധനായ കൂട്ടുകാരൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്. A friend is one who stands to share your every touch of grief and care. എന്താണ്, ഒരു ഫ്രണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഷെയർ ചെയ്യാനായിട്ട്. എന്താണ്, യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം അല്ലേ? നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കെയറും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ട്രൂ ഫ്രണ്ട് അല്ലേ? He comes by chance but stays by choice. Your praises he is quick to voice. അവനെന്താണ്, അപ്രതീക്ഷിതമായിട്ട് അല്ലേ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കടന്നു വരുന്നത്. ഒരിക്കലും നമ്മൾ അവൻ എൻ്റെ കൂട്ടുകാരനാവുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടുകാരായി വരുന്നത്. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷേ എന്താണ്, അവർ ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ നിൽക്കണമല്ല, നമ്മൾ പിടിച്ച് നിർത്തണമല്ലോ എല്ലാവരും. നീ എൻ്റെ കൂടെ നിൽക്കണം എന്നും പറഞ്ഞ ഒരു കൂട്ടുകാരനെ നമ്മൾ പിടിച്ച് നിർത്തൂല അല്ലേ? അങ്ങനെ പറഞ്ഞ് നിർത്തുന്ന ആൾക്കാരും എന്താണ്, ഒരിക്കലും ഒരു സത്യസന്ധമായ ഒരു ട്രൂ ഫ്രണ്ട് ആയിരിക്കില്ല, ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കില്ല. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. അവനെന്താണ്, നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുകഴ്ത്തി പറയാൻ, നിങ്ങളുടെ കാര്യങ്ങൾ പുകഴ്ത്താനുള്ള. പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുകഴ്ത്താൻ എന്താണ്, നിങ്ങളെക്കുറിച്ച് പറയാൻ 100 നാവുണ്ടാവുക എന്നൊക്കെ പറയില്ല. അതേപോലെ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്താനായിട്ട് അവന് ക്വിക്ക് ടു വോയിസ്, അവന് പെട്ടെന്ന് കഴിയും. എന്താണ്, അവന് പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ഗ്രീവിയസ് എന്ന് എന്താണ്? ഗുരുതരമായ അല്ലെങ്കിൽ അപകടകരമായ. നിങ്ങൾക്ക് ഒരു അപകടകരമായ അല്ലെങ്കിൽ ഗുരുതരമായ മീൻസ് എന്താണ്, ഒരു തെറ്റ്, നിങ്ങളുടെ ഭാഗത്തൊരു മോശപ്പെട്ട തെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ പിന്നെ പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ ചിന്തകൾ, നിങ്ങളുടെ ചിന്തകൾ തെറ്റായി വരേ എന്തെങ്കിലും ചെയ്താലും അവനെന്താണ്, ഒരിക്കലും നിങ്ങളെ ഒരു എനിമിയായിട്ട്, ഒരു ശത്രുവായിട്ട് അവനൊരിക്കലും കാണൂല. And though your need be great or small, his strength is yours throughout it all. അതെ, പിന്നെന്താണ്, നിങ്ങളുടെ ആവശ്യം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കൂടെ എന്തിനാണ്? ത്രൂ ഔട്ട്, എല്ലാത്തിനും കൂടെ അവൻ ഉണ്ടാവുന്നത്. അതായിരിക്കും നിങ്ങളുടെ ശക്തി അല്ലേ? ആ ശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ചെറിയ ആവശ്യമായാലും വലിയ ആവശ്യമായാലും, ഇപ്പം നമുക്ക് ഇതാണ് കാശിൻ്റെ ആവശ്യമായാലും എന്തെങ്കിലും ആവശ്യമായാലും നിങ്ങളുടെ അവൻ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ ശക്തി. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. എന്താണ്, നിങ്ങളുടെ ജീവിത വഴിയിൽ എവിടെ തിരിഞ്ഞാലും, നിങ്ങൾ എങ്ങോട്ട് പോയാലും എന്തായിരിക്കും അവൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്ക, വെൽഫെയർ എന്ന് പറഞ്ഞാൽ നന്മ, നിങ്ങളുടെ നന്മയായിരിക്കും അവൻ്റെ ഉള്ളിൽ ഒരാശങ്കയായിട്ട് നിൽക്കണേ. നിങ്ങൾ എവിടെ പോയാലും, അതിപ്പോൾ നിങ്ങൾ സ്കൂളിൽ മാറിപ്പോയാലും എന്താണ്, നിങ്ങൾ എവിടോട്ടെങ്കിലും പോയാലും ഒക്കെ എന്തായിരിക്കും അവൻ്റെ ചിന്ത? എന്താണ്, നിന്നെക്കുറിച്ചായിരിക്കും എപ്പോഴുള്ള ചിന്ത, നിങ്ങളുടെ നന്മയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കും അവന്.
No matter what your dream may be, he prays your triumphs to soon to see. എന്താണ്? നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹം എന്തും ആയിക്കോട്ടെ, അതിനുവേണ്ടി അവൻ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കും. ട്രയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്നും അവൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിജയം കാണാനായിട്ട് അവൻ എപ്പോഴും പ്രാർത്ഥിക്കും. There is no wish your tongue can tell, but what it is your friend as well. എന്താണ്? നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവനോട് പറയാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങളായിട്ടത് പറഞ്ഞില്ലെങ്കിലും ആ ആഗ്രഹം അവന് മനസ്സിലായി, അവനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഇപ്പം നിങ്ങൾക്ക് അവനോടത് പറയാൻ പറ്റിയില്ലെങ്കിലും അവനത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരും. The life of him who has a friend is double guarded to the end. The life of him who has a friend. എന്താണ്? ഒരു നല്ല ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താണ്? ഈസ് എ ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്. ഡബിൾ ഗാർഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഗാർഡഡ് ഇരട്ടി സുരക്ഷിതം. എന്താണ്? ഇരട്ടി സുരക്ഷിതത്വം ഉണ്ടാവുമെന്ന്. നമ്മുടെ ഗാർഡഡ് സംരക്ഷിക്കുമെന്ന്. നമ്മ ഒരാളാണെങ്കിൽ എന്താണ്? അത്രയുമല്ലേ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ജീവിതത്തിൽ ഒരു ഇരട്ടി സംരക്ഷണം ഉണ്ടാകും അല്ലേ? നമ്മളോട് ഒരു സുഹൃത്തുണ്ടായാലും എന്താണ്? അവന് എപ്പോഴും നമ്മളുടെ എല്ലാ കാര്യത്തിനും നമ്മളോട് സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ കാര്യത്തിനും നമുക്ക് എന്താവശ്യം വേണമെങ്കിലും അവനോട് പറഞ്ഞ് അവൻ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കും, അല്ലെങ്കിൽ അവൾ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കും. അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരാളും കൂടി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ലൈഫ് ഗാർഡഡ്. നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാകും. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. Let's explore the poem. First question, who is your best friend? Why is your friend important to you? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങളുടെ ഫ്രണ്ട് എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന്? My best friend is Prasida. I like her because she helps in all my needs. എന്താണ്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രസീതയാണ്. അവൾ എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? നിങ്ങൾ എന്താണ് ഈ പോയത്തിൽ നിന്ന് ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല കൂട്ടുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ പഠിച്ചത്? സ്റ്റാൻഡ് ടു ഷെയർ എവറിത്തിങ്. എന്താണ്? എല്ലാം പറയാനായിട്ടുള്ള ഒരാളായിട്ട് കൂടെ വേണം. യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങളുടെ നന്മയായിരിക്കണം അവൻ്റെ നല്ല ഒരു ആശങ്ക. നിങ്ങളുടെ നന്മയെപ്പറ്റി, നിങ്ങളുടെ നല്ല ജീവിതത്തെ പറ്റിയുള്ളൊരു ആശങ്കയായിരിക്കണം അവന്. ലൈഫ് വിത്ത് ഹിം ഈസ് ഡബിൾ ഗാർഡഡ്. ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും? ഒരു ഡബിൾ ഗാർഡഡ് ആയിരിക്കും. ഇരട്ടി സംരക്ഷണമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ്. അവൻ്റെ ശക്തി നിങ്ങളുടെയും കൂടെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്കൊരു നല്ല ഒരു കൂട്ടുകാരൻ എന്ന് പറയാം. അതാണ് നമ്മൾ ഈ പോയത്തിൽ നിന്ന് പഠിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? ഒരു കൂട്ടുകാരൻ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് കൂടുതൽ കൂടുതൽ സുരക്ഷിതമാവുമെന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഓഫർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്? അവരെപ്പോഴും നമുക്ക് എന്താണ്? ഒരു സപ്പോർട്ടും, ഒരു കൂടെ നിൽക്കാനും കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ ലൈഫ് ഒന്നും കൂടി സെക്യൂറായി അല്ലേ? ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്താവാനായിട്ട് നമ്മളെ ഈ പോയം എങ്ങനെയാണ് എൻകറേജ് ചെയ്യണത്? The poem encourages us to be good friends by emphasizing the importance of loyalty, support and understanding. എന്തൊക്കെയാണ് നമ്മളെ പോയം എൻകറേജ് ചെയ്യണത്? ഒരു ഗുഡ് ഫ്രണ്ട് ആവാൻ പോയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോയാലിറ്റി, സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പോയതിലേക്ക് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റി, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയും മനസ്സിലാക്കുന്നതിനെ പറ്റിയും, പിന്നെ സപ്പോർട്ട്, നമുക്ക് തന്നെ സപ്പോർട്ടിനെ കുറിച്ചും ലോയാലിറ്റിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഗുഡ് ഫ്രണ്ട് ആവാനായിട്ട് പോയം നമ്മൾ എൻകറേജ് ചെയ്യണത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. ആക്ടിവിറ്റി 1,
വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൻ ബിലോ. എന്താണ് ഒരു സത്യസന്ധനായ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണമെന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എ ഗുഡ് ഫ്രണ്ട് ഷെയറിങ്. പിന്നെ എന്തൊക്കെയാണ്? കെയറിങ്, സപ്പോർട്ട്, ഹോണസ്റ്റി, റെസ്പെക്റ്റ്ഫുള്ള്, ഹെൽപ്ഫുള്ള് അല്ലേ? കെയറിങ്, നമ്മളോട് സ്നേഹം വേണം, നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഒരാൾ വേണം അല്ലേ? അങ്ങനെ ഇരിക്കണം ഒരു ഫ്രണ്ട്. പിന്നെ ഹോണസ്റ്റി, സത്യസന്ധനായിരിക്കണം. റെസ്പെക്റ്റ്ഫുൾ, നമ്മളോട് ബഹുമാനം വേണം. ഹെൽപ്ഫുൾ, നമ്മളോട് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Read the lines of the poem. A friend is one who stands to share your every touch of grief and care. The words care and share end with the same sound. They are called rhyming words. Find out more rhyming words from the poem. എന്താണ്? ഷെയർ, കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ശബ്ദം സെയിം സൗണ്ടാണ് അല്ലേ വന്ന, അതിനെയാണ് നമ്മളെന്ത് റൈമിങ് വേർഡ്സ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് കൂടുതൽ റൈമിങ് വേർഡ്സ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. പോയത്തിൽ റൈമിങ് വേർഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ചോയ്സ്, വോയിസ്, ബി, സി, സ്മോൾ, ഓൾ, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. കണ്ടോ? എല്ലാം സെയിം സൗണ്ടിൽ വരണം. അപ്പോൾ സെയിം സൗണ്ട്. ഇപ്പോൾ കെയർ, ഷെയർ, ചോയ്സ്, വോയിസ് അങ്ങനെ സെയിം സൗണ്ടിൽ അവസാനിക്കണ വേർഡ്സിനെയാണ് എന്താണ് റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോയത്തിലെ റൈമിങ് വേർഡ്സ്. ആക്ടിവിറ്റി 3. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവൻ യു? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് dislikes and write them in the space provided. An example is given for you. യു ഓൾ ഹാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ? അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്, ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണെന്ന് സ്പേസ് തന്നിരിക്കുന്നതിൽ എഴുതാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം എഴുതി. അഞ്ജു ലൈക്ക് റൈസ്, ഷീ ഡസൻറ്റ് ലൈക്ക് ബിരിയാണി. ചന്തു ലൈക്ക് ഷർട്ട്സ്, he doesn't like t-shirts. Ponnu like apples, she doesn't like grapes. Adi like cars, he doesn't like bikes. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരും നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്നൊക്കെ എഴുതി ആക്ടിവിറ്റി 3 കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസ് ആയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.